ഉസ്മാനെ അസ്സലാമലൈക്കും. ഈ ഭയങ്കര സംഭവമല്ലോ. ഞാൻ ഇവിടുത്തെ MLA ആട്ടോ. MLA തന്നെ എന്താ പറയാ എനിക്ക് അങ്ങനെ അറിയാം അല്ലേ? അല്ല എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ള വീട്ടില് ആരൊക്കെ ഉള്ള? എത്ര വർഷം ഇവിടെ വന്നിട്ടാ മോനെ? 3 വർഷം. അപ്പൊ നീ മലയാളം എപ്പോ പഠിച്ചു തുടങ്ങി? കേരളത്തിൽ 2 മാസം കൊണ്ട് മലയാളം പഠിച്ചു. ഓ മിടുക്കനാണല്ലോ അല്ലേ? അപ്പൊ 3 വർഷമായിട്ടല്ലോ വന്നിട്ട്? 3 വർഷം. അപ്പോഴേക്ക് ഈ മലയാളം 2 മാസം കൊണ്ട് തന്നെ പഠിച്ചു. എടുക്കാനും പറ്റൂല. ഉപ്പ എപ്പോഴാണ് മരണപ്പെടുന്നത്? 1 വർഷമായിട്ടല്ലോ. ഉപ്പൊക്കെ ജോലി എന്തായിരുന്നു? തേപ്പിന് പോകാം. അപ്പൊ എങ്ങനെ അപകടം എങ്ങനെ പറ്റുന്നത്? അത് അങ്ങനല്ല. ഇപ്പാന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരന്റെ കുട്ടിക്ക് പനിയായിരുന്നു. അപ്പൊ ഇപ്പൊ ആ കൂട്ടുകാർക്കൊന്നും മലയാളം അറിയില്ല. ഇപ്പൊക്കെ അറിയാം. അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് വന്നിട്ട് വന്നു. പിന്നെ ആ കുട്ടീനെ ഒന്നുകൂടി കാണാൻ പോയപ്പോ അവിടെ ഓരെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു വണ്ടി വന്നു. എന്നിട്ട് കുത്തി. അപ്പൊ ഇപ്പൊ ഉമ്മാന്റെ ഇപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ കച്ചവടത്തിന് പോയത് ഇല്ലേ? പണിക്കൊന്നും പോകാൻ വയ്യല്ലോ. ഉമ്മക്ക് സുഖമല്ല. ഉമ്മക്ക് എന്താ പറ്റി? എല്ലാ പ്രശ്നവും ഉണ്ടോ? ഡോക്ടറൊക്കെ എവിടെ കാണിക്കുന്നത്? ആണോ? അതൊക്കെ ഇങ്ങനെ ഉണ്ടോണ്? ആണോ? എനിക്ക് എവിടെ നിന്ന് ചായ ഒക്കെ ഉണ്ടാക്കിയത്? ആണോ? പാലൊക്കെ വാങ്ങും. എന്റെ വീഡിയോ കണ്ടു കേട്ടോ. ഞാന് രാവിലെ മുതല് എനിക്ക് ആൾക്കാർ മുഴുവനും വാട്സപ്പ് 9 മണിക്ക് ഒരു ഫോൺ എടുത്തിട്ടുള്ളൂ. അതിന് എത്ര ആൾക്കാർ ഫോൺ വിളിച്ചിട്ടുണ്ട്. പഠിക്കാൻ ഇഷ്ടല്ലേ? ഇപ്പൊ എത്ര ക്ലാസ്സിലെത്തി? 7ല്. അപ്പൊ നല്ല മിടുക്കനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ്, നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ. മദ്രസിലും പഠിക്കണം. അന്യ മാർക്കസിലാണ് പഠിക്കണേ. അപ്പൊ എനിക്ക് മദ്രസിലും പഠിക്കണം. എനിക്ക് ഇവിടെ നിന്നോട്ട് തന്നെ പോകാനല്ലേ ഈ ഉദ്ദേശിക്കുന്നത് അല്ലേ? പെരുന്തൽമണ്ണ വിട്ട് പോകാൻ താല്പര്യമില്ല. ഇല്ലല്ലേ? കേരളം വിടണ്ട, പെരുന്തൽമണ്ണയും വിടണ്ട അല്ലേ? ഇവിടെ നമുക്ക് ഉഷാറാക്കാം. അപ്പൊ ഇവിടുന്ന് താമസിക്കുന്നത് ഇനിയിപ്പം എന്താ എന്റെ പ്ലാന്? അത് നമുക്കൊന്ന് നോക്കാം. ലക്ഷ്മിയുടെ ഒരു വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാനേ. ഇതാരാടാ ഫോട്ടോ? ഓനപ്പെടുത്ത് തന്നെ പഠിക്കുന്നത്? പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറയാൻ ഒരു കുട്ടി ഉണ്ടായല്ലോ അല്ലേ? നമ്മളെ പെരിന്തൽമണ്ണന്റെ ബ്രാൻഡ് അംബാസിഡർ കേട്ടോ. ഈ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഉഷാറായിട്ട് പഠിക്കാന്, യൂണിഫോമിന്, പുസ്തകത്തിന്, എല്ലാ കാര്യവും കേട്ടോ. ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടി ആലോചിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ? കൂടുതലുണ്ടോ? എന്തിലെങ്കിലും പരിപാടിക്ക് കൂടുതലുണ്ടോ? എന്നാലും ഇനി കൂടണം അതിനൊക്കെ കേട്ടോ. ഒന്ന് വിടുന്ന നമുക്ക് മാറണം. ഇനി നന്നായി പഠിക്കണം. ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആവണം കേട്ടാ. മദ്രസ പോണം അല്ലെ? മദ്രസയിൽ ഇൻഷാല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മദ്രസയിൽ വിടാം കേട്ടോ. മദ്രസയിൽ നമുക്ക് എന്താ ചേർക്കാനും സംവിധാനം ഉണ്ടാക്കാം കേട്ടോ. അല്ല ഈ ആസാമിൽ എവിടെയിരുന്നു? ഗുവാഹട്ടി ഭാഗം. ഞാൻ എന്റെ നാട്ടിൽ പഠിത്തു പോയിരുന്നു ആസാമില്. പക്ഷെ എന്റെ നമ്പറും കൂടി ഇങ്ങനെ സേവ് ചെയ്യും അതില്. അല്ലാണ്ട് ഇപ്പൊ എന്താ വെച്ചാൽ എന്റെ ബോളാണെന്ന് എനിക്ക് മനസ്സിലാവില്ലല്ലോ. യൂണിഫോം ഒക്കെ ഈ വാങ്ങിയിട്ടുണ്ടോടാ? അങ്ങോട്ട് നമുക്ക് വാങ്ങാം കേട്ടോ. അല്ല MLA വണ്ടി ഉണ്ടല്ലേ? അങ്ങോട്ട് എന്റെ വണ്ടി എവിടെ കണ്ടാലും ഈ നിർത്തണം കേട്ടോ. ഇന്ന കൈ മുമ്പിലും ഉണ്ടാവും MLA കേട്ടോ. എന്നാ പിന്നെ ഓക്കെ മോനെ കേട്ടാ. ഞങ്ങൾ പറ്റാന്നാ ശരി. വലൈക്കും സ്ലാം.